നിങ്ങളുടെ ഫോൺ സ്ക്രീനിലെ 3 വിരലുകൾ പ്രസ് ചെയ്ത് പിടിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഫോണിൽ പാഷ്വൽ സ്ക്രീൻഷോട്ട് എന്ന പുതിയൊരു ഓപ്ഷൻ ഓണായി വരുന്നത് കാണാം. ഇത് സാധാരണ സ്ക്രീൻഷോട്ട് പോലെയല്ല. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. സാധാരണയായിട്ട് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും മറച്ചു വെക്കണമെങ്കിൽ, മാർക്ക് ചെയ്യണമെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിലുമൊക്കെ മറ്റൊരു ഫോട്ടോ എഡിറ്ററിലല്ലേ എഡിറ്റ് ചെയ്യാറ്. എന്നാൽ പാഷ്വൽ സ്ക്രീൻഷോട്ട് അങ്ങനെയല്ല. ജസ്റ്റ് നിങ്ങൾ 3 വിരൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഏത് ഭാഗമാണ് വേണ്ടത് അതുമാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി സ്ക്രീൻഷോട്ടിൽ എന്തെങ്കിലും മറക്കണമെങ്കിൽ, ഇപ്പോൾ ഫോൺ നമ്പർ, പേര്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ബ്ലർ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഭാഗം എന്തെങ്കിലും കളറിൽ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതണമെങ്കിൽ ടെക്സ്റ്റ് എഴുതാൻ പറ്റും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ടിലുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അനവധി ഓപ്ഷന് ജസ്റ്റ് 3 വിരൽ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പാഷ്വൽ സ്ക്രീൻഷോട്ട് ഏതൊക്കെ ഫോണിലാണ് വരുന്നത്, ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കാം, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. പാഷ്വൽ സ്ക്രീൻഷോട്ട് പ്രധാനമായി ഓപ്പോ, വിവോ, OnePlus, റിയൽമി, റെഡ്മി, പോക്കോ, IQ പോലെയുള്ള ബ്രാൻഡുകളിലാണ് വരുന്നത്. സാംസങ്, മോട്ടറോള, ഐഫോൺ ഒക്കെ ആണെങ്കിൽ ഈ ഓപ്ഷൻ ലഭിക്കുന്നതല്ല. ജസ്റ്റ് നിങ്ങളുടെ 3 വിരലൊന്ന് സ്ക്രീനിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ പാഷ്വൽ സ്ക്രീൻഷോട്ട് ഓണായി വരുന്നതാണ്. 3 വിരൽ തന്നെ പ്രസ് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ വരുന്നില്ലെങ്കിൽ അത് നമുക്ക് സെറ്റിംഗ്സിലൂടെ ഓൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. 2 ഫോണുകളിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ഇത് ലഭിക്കാത്തവർ എന്താണ് സെറ്റിംഗ്സിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ജസ്റ്റ് 3 വിരൽ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ പാഷ്വൽ സ്ക്രീൻഷോട്ട് വരും. ആദ്യം തന്നെ ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരിക. ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തന്നെ പല രീതിയിൽ മാർക്ക് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ പാഷ്വൽ സ്ക്രീൻഷോട്ടിൽ ഉണ്ടാകും. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ വിവിധ തരത്തിൽ ഇത് ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് പല രീതിയിലും ഇതുപോലെ ഇത് ക്രോപ്പ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമ്മളെടുത്ത സ്ക്രീൻഷോട്ടിൽ എന്തെങ്കിലും മറച്ചു വെക്കണമെങ്കിൽ പലതരത്തിൽ ബ്ലർ ചെയ്യേണ്ട ഓപ്ഷൻ ഫോണിൽ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൽ 3ഓളം തരത്തിൽ ബ്ലർ ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഓപ്ഷനിൽ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ ഞാൻ പലതരത്തിൽ മറക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ നിറങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പല രീതിയിൽ മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പെൻസില്, പെന്ന്, കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സർക്കിളായിട്ടും നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ടും അങ്ങനെ പല രീതിയിൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫോൺ മോഡലുകളിൽ നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ പോലും ഇതിനകത്തുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒറ്റ ക്ലിക്കിൽ ഞാൻ എടുത്ത സ്ക്രീൻഷോട്ട് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ഫോൺ ബ്രാൻഡായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ സെറ്റിംഗ്സിലൂടെ നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആൻഡ്രോയിഡ് 8 മുകളിലുള്ള ഫോണായിരിക്കണം. ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ പാഷ്വൽ എന്ന് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ സ്പെല്ലിംഗ് കാണാം. പാഷ്വൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് എന്നോ അല്ലെങ്കിൽ പാഷ്വൽ സ്ക്രീൻഷോട്ട് എന്നൊക്കെ ആയിരിക്കും ആ ഓപ്ഷൻ. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓണായി കിടക്കുന്നത് കാണാം. ഇത് ഓഫ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഓഫ് ആണെങ്കിൽ എൻ്റെ ഇതിൽ ആ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതല്ല. അത് ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് 3 ഫിംഗർ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആകുന്നത്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതൊരു മറ്റൊരു ഫോണാണ്. 3 ഫിംഗർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പാഷ്വൽ സ്ക്രീൻഷോട്ട് ഓൺ ആകുന്നുണ്ട്. പക്ഷേ ഓപ്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ സെറ്റിംഗ്സിൽ ഞാൻ പാഷ്വൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പാഷ്വൽ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലൊരു ബട്ടൺ ഓൺ ആയി കിടക്കുന്നത് കാണാം. ഇത് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഓൺ ചെയ്താൽ മതി. ഇതുപോലെ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ഫോണിലുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.